ഈ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് എങ്ങോട്ടാന്നല്ലേ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാന്നുള്ളത്. പ്ലാനിങ് എല്ലാം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതൽ. എപ്പോഴും പ്ലാൻ ചെയ്താലും എന്തെങ്കിലും കാര്യം കൊണ്ട് അവസാനം പ്ലാൻ എല്ലാം ഡ്രോപ്പ് ആയി. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ജോർജിയ പോകാനുള്ള പ്ലാൻ ഫിക്സ് ചെയ്തു, എല്ലാം സെറ്റായി. പക്ഷെ അവസാന നിമിഷം ആയപ്പോഴത്തേക്കും കൂടെ വരാൻ നിന്ന ഫ്രണ്ട്സിന്റെ എല്ലാം ലീവെല്ലാം ക്യാൻസൽ ആയി, അവർക്ക് വരാൻ പറ്റാത്തവരോ. അങ്ങനെ ലാസ്റ്റ് നിമിഷത്തിൽ ഈ ഒരു ട്രിപ്പും ഫ്ലോപ്പ് ആണെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അവസാനം അത് തീരുമാനിച്ചു ഗൈസ്, ഇനിയിപ്പോൾ ആരെയും നോക്കി നിന്നിട്ട് കാര്യമില്ല, ഒറ്റയ്ക്ക് തന്നെ ഒരു സോളോ ട്രിപ്പ് അടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനിന്ന് പോകുന്നത് നമ്മുടെ കുവൈറ്റിൽ നിന്ന് ടിബിലിസിയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ചെക്കിനും ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് ഗേറ്റിൽ വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അറൈവൽ ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ട്. ജസീറയുടെ എയർബസ് 320 എന്നൊരു ഫ്ലൈറ്റിലാണ് ഞാനിന്ന് ട്രാവൽ ചെയ്യുന്നത്. എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്ന റിമോട്ട് വേയിലായതുകൊണ്ട് തന്നെ ബസ്സിൽ കയറിയിട്ടാണ് ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് പോയത്. അങ്ങനെ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞു ഗൈസ്. പിന്നെ ഓൺ ടൈം തന്നെ ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ആവുകയും ചെയ്തു. കുവൈറ്റ് സിവിൽ ഐ ഡി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വിസ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു. വിസ ഫ്രീ എൻട്രിയാണ് ജോർജിയയിൽ. കുവൈറ്റിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മുടെ ജസീറ എയർവേസും കുവൈറ്റ് എയർവേസുമാണ് സർവീസ് നടത്തുന്നത്. കുവൈറ്റിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ടിബിലിസി അല്ലെങ്കിൽ ജോർജിയ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ ടിക്കറ്റ് എടുക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് ജസീറ എയർവേസിലാണ്. എനിക്ക് അത്യാവശ്യം നല്ല ചീപ്പായിട്ടുള്ള റേറ്റിലാണ് ടിക്കറ്റ് കിട്ടിയിരുന്നത്. ഞാനിപ്പോൾ ഒരു 2 മാസം മുന്നേ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ജസീറയിൽ എടുത്ത ആ ഒരു റേറ്റിന് എനിക്ക് കുവൈറ്റ് എയർവേസിൽ ടിക്കറ്റ് കിട്ടിയായിരുന്നു. കുവൈറ്റ് എയർവേസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം കാരിയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഓൺ ബോർഡ് മീൽസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസീറയാണെങ്കിൽ ഇങ്ങനെ ഫ്രീ മീൽസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും. അങ്ങനെ 2 മണിക്കൂർ 40 മിനിറ്റും കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ടിബിലിസി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേസ്. പിന്നെ ഇമിഗ്രേഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ ടിബിലിസി എയർപോർട്ടിൻ്റെ അറൈവൽ ഹാളിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ അറൈവൽ ഹാൾ. ടിബിലിസി വളരെ ചെറിയൊരു എയർപോർട്ടാണ്. പിന്നെ ഇത് ക്രിസ്മസിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് ഇവിടെ ആ എയർപോർട്ടിനകത്തെല്ലാം ക്രിസ്മസ് ഡെക്കറേഷൻസും ക്രിസ്മസ് ട്രീയും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അറൈവൽ ഹാളിൽ നിന്ന് നേരെ പുറത്തിറങ്ങുമ്പോൾ ടാക്സി ഡ്രൈവർമാരും ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന എല്ലാവരും നമുക്കിവിടെ കാണാൻ പറ്റും. അറൈവൽ ഹാളിൽ ഇതുപോലെ നമുക്ക് ഒരുപാട് സിമ്മിൻ്റെ ഷോപ്പുകളും മണി എക്സ്ചേഞ്ചുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ കറൻസി വന്നിട്ട് ജോർജിയൻ ലാറിയാണ്. ഒരു ലാറി വന്നിട്ട് ഏകദേശം ഒരു 33 റുപ്പീസ് വരും ഇന്ത്യൻ മണി. എയർപോർട്ടിൽ വൈഫൈ ഫ്രീ ആണ്. നമുക്കിപ്പോൾ സിം എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സിം എടുക്കാം. ഒരു 7 ഡേയ്സിന് വന്നിട്ട് ഒരു 30 ലാറി 35 ലാറിയാണ് സിമ്മിൻ്റെ കോസ്റ്റ് വരുന്നത്. 30 to 35 ലാറിക്ക് നമ്മളിപ്പോൾ സിം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 7 ഡേയ്സിലത്തേക്ക് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അറൈവൽ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ടാക്സി ഡ്രൈവർമാർ നമ്മളെ അപ്രോച്ച് ചെയ്യും. റേറ്റ് പറഞ്ഞ് നമ്മൾ ഫിക്സ് ചെയ്യാതെ ഒരു ടാക്സിയിലും കയറി പോകരുത്. അങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം 8ൻ്റെ പണി കിട്ടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അവരിതുപോലെ ടാക്സിയിൽ കയറി പോയിട്ട് അവരിൽ നിന്ന് ഒരു വലിയൊരു എമൗണ്ട് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിബിലിസി എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ടിബിലിസി സിറ്റിയിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 25 to 35 ലാറി വരെയാണ് നമുക്ക് ടാക്സിയുടെ ഫെയർ വരുന്നത്. ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ബോൾട്ട് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുവഴി നമ്മൾ ടാക്സി ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ആപ്പിൾ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലെ യൂബറൊക്കെ പോലെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ബോൾട്ട്. ഇതുകൂടാതെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ കേട്ടോ. പബ്ലിക് ട്രാൻസ്പോർട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഈ എയർപോർട്ടിൽ നിന്ന് ഒരു കാർഡ് എടുക്കേണ്ടി വരും. 5 ജെല്ല് കൊടുത്തിട്ട് ഒരു കാർഡ് എടുത്തിട്ട് നമുക്ക് 1 ജെല്ല് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് ബസ്സിൽ കയറിയിട്ട് എയർപോർട്ട് ടു ടിബിലിസി സിറ്റി വരെ 1 ജെല്ല് മാത്രമാണ്. ഞാനൊരു 3 ദിവസത്തെ പാക്കേജ് ബുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ ഇൻക്ലൂഡ് ആയിരുന്നു. എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എല്ലാം അതിൽ കൂടെ ഇൻക്ലൂഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ടാക്സി ഒന്നും പുറത്തുനിന്ന് ബുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ടൈം ഇപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട്. നമ്മുടെ കുവൈറ്റിൻ്റെ ടൈമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 1 hour മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അങ്ങനെ അവസാനം റൂം എത്തി ഗൈസ്. ഈ കാണുന്നതാണ് എൻ്റെ റൂം. ആദ്യം വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ റൂമിൽ പോയിട്ട് സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് രണ്ടാമതിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഈ കാണുന്നതാണ് വാഷ്റൂം കാര്യങ്ങളെല്ലാം. ഇത് അത്യാവശ്യം വലിയൊരു ഫാമിലി റൂമാണ്. ഏകദേശം ഒരു 4 പേർക്ക് നിൽക്കാൻ പറ്റിയ റൂമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വന്ന ടൈമിൽ ബാക്കി റൂംസ് എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു തോന്നുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ എനിക്ക് ഈ റൂം തന്നത്. പക്ഷേ ഇതിന് എൻ്റെ എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും പുള്ളി വാങ്ങിയിട്ടില്ല. ടാറ്റു ട്രാവൽ കമ്പനി എന്നൊരു ഇതിലാണ് ഞാൻ ഈ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പാക്കേജിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വരും വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ വൈനും ബിയറും ലിക്കറും എല്ലാം വളരെ ചീപ്പാണ് കേട്ടോ. കാര്യം വെച്ചാൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമ്മുടെ നാട്ടിലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ സംഭവങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ബിവറേജിലൊന്നും പോയി ക്യൂ നിന്ന് സാധനങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല. എവിടെ പോയാലും ഈ സംഭവങ്ങളെല്ലാം കിട്ടും. പെട്ടെന്ന് കുപ്പിയുടെ സ്റ്റിക്കറെല്ലാം മാറ്റിയെങ്കിലും പണി പാളി ഗൈസ്. വൈൻ ഓപ്പണറില്ല. അങ്ങനെ കുറച്ച് നേരത്തെ മൽപ്പിടുത്തതിന് ശേഷം ഞാൻ പരാജയം സമ്മതിച്ചു. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ, കിടന്നിറങ്ങുന്ന ബിയറൂട്ടം തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല, അവനെടുത്തൊരു ഗ്ലാസ്സിലാക്കി നേരെ അടി തുടങ്ങി. ഞാൻ കുടിച്ചിട്ടുള്ളതിൽ വെച്ച് നോർമൽ ബിയറിനെക്കാട്ടി കുറച്ച് ക്വാണ്ടിറ്റി കൂടിയൊരു ബിയർ തന്നെയാണ് അത്. ഈ ബിയറിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് 900 ml ആണ്. ബിയറെല്ലാം അടിച്ച് കുടിച്ച് സെറ്റായിട്ട് നേരെ വന്ന് ഫ്രഷൊക്കെ ആയിട്ട് കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഇരിക്കുന്നത് വൈൻ ഓപ്പണർ. പിന്നെ അതും അടുത്ത റൂമിൽ നിന്ന് വൈൻ പൊട്ടിച്ച് അതിൽ 2 ബഗടിച്ചു. അപ്പോഴേക്കും അത്യാവശ്യം നല്ല കിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോർജിയയിലെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ഫ്രം അനുരാജ് കല്ലറ.